أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. عباد الله، أوصيكم ونفسي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്നു നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യും. ചരിത്രത്തെ സാക്ഷിയാക്കിക്കൊണ്ട് കാലം മുന്നോട്ട് നീങ്ങുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാലഘട്ടത്തിലെയും ചരിത്രം പിൻതലമുറക്കാരായ നമുക്ക് അഥവാ മുഹമ്മദി ഉമ്മത്തിന് വിശദീകരിച്ചു കൊടുക്കുന്നു. എന്തായിരുന്നു പ്രവാചകന്മാരുടെ ജോലി ഈ ഭൂമിയിൽ എന്നാണ് ആ ചരിത്ര സാക്ഷ്യം. ചരിത്രമാണല്ലോ സമൂഹത്തിനെ വഴിതിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാലത്തെ സാക്ഷിയാക്കിക്കൊണ്ടാണല്ലോ ആദർശത്തെ വിശദീകരിച്ചു തന്നത്. വൽ അസ്ർ, കാലത്തെ തന്നെയാണ് സത്യം. കാലത്തിന് അഡ്രസ് ഉണ്ടാക്കി കൊടുക്കുന്നത് ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ്. ഓരോ കാലഘട്ടത്തിലും ലോകത്ത് നടന്ന സംഭവങ്ങളെ നിങ്ങൾ പഠനവിധേയമാക്കിയാൽ, അതിനെ പഠിക്കാൻ നിങ്ങൾ തയ്യാറായാൽ പച്ചയായ ചില പരമാർത്ഥങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. അല്ലാഹു തആല പറയുക, വൽ അസ്ർ, കാലത്തെ തന്നെയാണ് സത്യം. അഥവാ കാലഘട്ടങ്ങൾക്ക് അഡ്രസ് ഉണ്ടാക്കി കൊടുക്കുന്ന ചരിത്ര യാഥാർത്ഥ്യങ്ങളെ തന്നെയാണ് സത്യം. ആ ചരിത്രങ്ങളെ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം ബോധ്യപ്പെടും. എന്താണ് കാര്യമെന്നറിയുമോ? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ഓരോ കാലത്തും ഈ ഭൂമുഖത്ത് ജീവിച്ച മനുഷ്യർ പൂർണ്ണമായും പരാജിതരായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യലോകം പരാജയത്തിലാണ്, നാശത്തിലാണ്, നഷ്ടത്തിലാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും ചരിത്രം പരിശോധിച്ചാൽ. അതിൽ നിന്ന് 4 വിഭാഗക്കാരെ അല്ലാഹു തആല മാറ്റി. 4 വിഭാഗക്കാരെ വേറെ തന്നെ മാറ്റി നിർത്തി. പരാജയമടയാത്ത, നശിക്കാത്ത, നാശത്തെ അഭിമുഖീകരിക്കേണ്ടി വരില്ലാത്ത 4 വിശേഷണമുള്ളൊരു ചെറിയ ന്യൂനപക്ഷം മനുഷ്യ ചരിത്രത്തിലുണ്ടാവും. ഏതാണ് 4? ഒന്ന്, ഇല്ലല്ലദീന ആമനു, അല്ലാഹുവാണെല്ലാം എന്ന് അംഗീകരിച്ചവരൊഴികെ.
ഞാനതിന് വിശ്വസിച്ചവരൊഴികെ എന്ന് ഞാൻ അർത്ഥം വെക്കുന്നില്ല. ഈമാൻ എന്നതിന് വിശ്വാസം എന്ന ഒരു പാഴായ അർത്ഥം നാം മലയാളികളായാലും കർണാടകക്കാരായാലും ആരായാലും അതിന് വെക്കാറുണ്ട്. ഈമാന് മൊത്തത്തിൽ വിശ്വാസം എന്നൊരു പ്രയോഗം അത് ശരിയല്ല. അത് വിശ്വാസം എന്നതിൻ്റെ നിർവചനം അറിയാത്തത് കൊണ്ടാണ്. എന്താണ് ഈ വിശ്വാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വിശ്വാസം കൽബിന്റെ മാത്രം ജോലിയാണ്. ഒരു മനുഷ്യന്റെ മനസ്സിന് മാത്രം ഉണ്ടാകേണ്ട ഒരു ജോലിയാണ് വിശ്വാസം. എന്നാൽ ഈമാൻ അങ്ങനെയല്ല. ഈമാന് വിശ്വാസം എന്ന അർത്ഥം വെച്ചപ്പോൾ നമുക്ക് പറ്റിയൊരു പെശകെന്താണെന്നറിയുമോ? പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങൾക്ക് മൊത്തത്തിൽ വിശ്വാസം എന്ന അർത്ഥം വെച്ചപ്പോൾ ഞാൻ അള്ളാഹുവിനെ വിശ്വസിക്കുന്നുണ്ടല്ലോ പിന്നെന്താണെന്നുള്ള ലാഘവത്വം വന്നു. വിശ്വസിക്കാനല്ല അള്ളാഹു താല നമ്മോട് പറയുന്നത്. ആമിനു, നിങ്ങൾ ഈമാൻ ഉള്ളവരാകണം എന്നാണ് പറയുന്നത്. എന്താണ് ഈമാൻ? അൽ ഈമാൻ അത്തസ്ദീഖു ബിൽ ഖൽബ് വൽ ഇഖ്റാറു ബിൽ ലിസാൻ വൽ അമലു ബിൽ അർക്കാൻ. അതാണ് ഈമാൻ. നമ്മൾ പഠിച്ചിരിക്കണം. ഈമാൻ നമ്മൾ സാധാരണ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. പക്ഷെ അതിന്റെ നിർവചനം മാത്രം നമുക്കറിയില്ല. മൊത്തത്തിൽ വിശ്വാസം എന്നർത്ഥം വെച്ചിട്ട് വിടുന്ന ഈമാൻ ഉലമാക്കൾ അർത്ഥം വെച്ച് തന്നത് അതിന്റെ വിശദീകരണമാണ്. അൽ ഈമാൻ എന്ന് പറഞ്ഞാൽ അത്തസ്ദീഖു ബിൽ ഖൽബ്, അള്ളാഹുവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളെയും 100% ഹൃദയത്തിൽ സത്യപ്പെടുത്തലാണ്. അൽ മുനാഫി ലിൽ കദിബ്, സംശയത്തിനോ കള്ളത്തരത്തിനോ ഒരു അംശം പോലും വക കൊടുക്കാതെ അള്ളാഹുമായി ബന്ധപ്പെട്ടത് എന്തായാലും അത് ഒന്നിക്കൽ അള്ളാഹുവിന്റെ ദാത്തുമായി ബന്ധപ്പെട്ടതാവാം, അല്ലെങ്കിൽ അള്ളാന്റെ റുബൂബിയത്തുമായി ബന്ധപ്പെട്ടതാകാം, അല്ലെങ്കിൽ അള്ളാന്റെ ഉലൂഹിയത്തുമായിട്ട് ബന്ധപ്പെട്ടതാകാം, അല്ലെങ്കിൽ അള്ളാന്റെ അസ്മാകളുമായിട്ട് ബന്ധപ്പെട്ടതാകാം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സിഫാത്തുകളുമായിട്ട് ബന്ധപ്പെട്ടതാകാം. അള്ളാഹുവിനെ അംഗീകരിക്കുമ്പോൾ 5 കാര്യങ്ങൾ നാം സമ്മതിച്ചു കൊടുക്കണം. ഒന്ന്, അള്ളാഹുവിന്റെ ദാത്ത് സമ്മതിച്ചു കൊടുക്കണം. എന്താണ് ദാത്ത് എന്നതിനെ പറ്റിയൊക്കെ എങ്ങനെയാണ് നാം വിശദമായി ചർച്ച ചെയ്യുക ചുരുങ്ങിയ സമയം. അള്ളാഹുവിന്റെ സത്വത്തെ അംഗീകരിക്കുക എന്നുള്ളത് ഈമാന്റെ ഭാഗമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദാത്തുള്ളവനാണ്. വെറും പുകമറയല്ല, ശൂന്യമല്ല, എന്തോ ഒരു പ്രകാശമല്ല. അള്ളാഹു ദാത്തുള്ളവനാണ്. പൂർണ്ണമായും മഖ്ലൂക്കിന്റെ ദാത്തിന് വ്യത്യസ്തമായ ഒരു ദാത്ത്, അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന ദാത്ത്. അള്ളാഹു വജ്ഹുള്ളവനാണ്, മുഖമുള്ളവനാണ്. എങ്ങനെയുള്ള മുഖം? അള്ളാഹു ആലം. അള്ളാഹു കൈയുള്ളവനാണ്. എങ്ങനെയുള്ള കൈ? അള്ളാഹു ആലം. അള്ളാഹുവിന്റെ ജലാലത്തുമായി ബന്ധപ്പെട്ട മുഖം, അള്ളാഹുവിന്റെ ജലാലത്തുമായി മാത്രം ബന്ധമുള്ള കൈ. അള്ളാഹു സാക്കുള്ളവനാണ് എന്ന് പറഞ്ഞ വർത്തമാനകാല സമൂഹത്തിന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഷിയാക്കൾക്ക് പ്രത്യേകിച്ച് മനസ്സിലാവൂല, സലഫികൾക്കേ മനസ്സിലാകുന്നില്ല, പിന്നെയാണോ ഷിയാക്കൾക്ക്? അതെങ്ങനെ? ബിലാ തക്യീഫ്, എങ്ങനെയെന്ന് ചോദിക്കാതെ നാം അറിഞ്ഞിരിക്കണം. വലാ തംസീൽ, ഏതുപോലെ എന്ന് ചോദിക്കാതെ നാം അംഗീകരിച്ചിരിക്കണം. വലാ തശ്ബീഹ്, ഏതിന് സാദൃശ്യം, അതും ചോദിക്കാതെ നാം അംഗീകരിച്ചിരിക്കണം. അള്ളാഹു വിശ്വസിക്കാന്ന് പറയാൻ എല്ലാവർക്കും എളുപ്പ. ദൈവത്തിൽ വിശ്വസിക്കാത്ത ആരാണ് ഭൂമിയില്? ഹിന്ദുക്കൾ ദൈവവിശ്വാസികളല്ലേ? ക്രിസ്ത്യാനികൾ ദൈവവിശ്വാസികളല്ലേ? ജൂതന്മാർ ദൈവവിശ്വാസികളല്ലേ? പിന്നെ എവിടെ അവര് തെറ്റിയത്? ദൈവത്തെ സ്വാധീനിക്കാൻ ദേവീദേവന്മാര് വേണമെന്ന് പറഞ്ഞപ്പോഴാണ് തെറ്റിയത്. ദ്രാവിഡ സമൂഹം ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്, അഥവാ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. പിന്നെ അവർ തെറ്റിയത് എവിടെയാണ്? അള്ളാഹുവിനെ പ്രാപിക്കാൻ ദേവീദേവന്മാര് വേണമെന്ന് വിശ്വസിച്ചപ്പോൾ. ആര്യ സമൂഹം അള്ളാഹുവിൽ വിശ്വാസമുള്ളവരാണ്. പിന്നെ എവിടെയാണ് തെറ്റിയത്? അള്ളാഹുവിനെ സ്വാധീനിക്കാൻ ഭഗവതി ഭഗവാന്മാര് വേണമെന്ന് വിശ്വസിച്ചപ്പോൾ. ജൂതന്മാർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ് അന്നും ഇന്നും. പിന്നെ എവിടെയാ തെറ്റിയത്? അള്ളാഹുവിനെ സ്വാധീനിക്കാൻ ഉസൈർ അള്ളാന്റെ മകനായിട്ട് നാം സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ്. കാലത്തിൽ യഹൂദു ഉസൈർ ബിനുല്ലാഹ്. ക്രിസ്ത്യാനികൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. ആധുനിക ജൂതന്മാരുടെ ആധുനിക തൗറാത്തിന്റെ പുതിയ പതിപ്പായ തോറയിലായാലും ക്രിസ്ത്യാനികളുടെ ബൈബിളിലായാലും അതിന്റെ അറബി പതിപ്പിൽ അള്ളാഹു എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. ക്രിസ്ത്യാനികളുടെ അറബി ഭാഷയിലുള്ള ബൈബിൾ ഉണ്ട്, അതിൽ അള്ളാഹു എന്നാണ് കൊടുത്തിരിക്കുന്നത്, യഹോവാക്ക്. നമ്മളിതൊന്നും അറിയാതെ ഈ ഭാഗത്തെ മൊത്തത്തിൽ അങ്ങ് അപ്പത്താക്കി
പിന്നെ നമ്മളെല്ലാം ഇപ്പുറത്ത് അള്ളാഹിനെ അംഗീകരിക്കുന്നവരുമായി പ്രശ്നം തീർന്നല്ലോ. ഇല്ല, പ്രശ്നം തീരൂല. അങ്ങനെയാണെങ്കിൽ 313 മുർസലീങ്ങൾ വരേണ്ട ആവശ്യമില്ല. എല്ലാവരും നബിമാര് മാത്രമായാൽ മതി. 1,24,000 നബിമാരിൽ 313 പേര് മുർസലീങ്ങളാണ്. നബിമാരുടെ ജോലി എന്താണ്? ഭൂലോകത്ത് ജീവിക്കുന്ന മനുഷ്യനെ ആത്മീയമായി സംസ്കരിക്കലാണ് നബിമാരുടെ ജോലി. റസൂലുകളുടെ ജോലി എന്താണ്? അള്ളാഹു അല്ലാത്ത ഒന്നും ഇല്ല എന്ന് അടിച്ച് തറച്ച് മുസ്ലിം സമൂഹത്തിന്റെ മേൽ ഏൽപ്പിക്കലാണ്. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ വിപ്ലവകാരികളായത്. ചരിത്രം പരിശോധിച്ചാൽ മുസ്ലിമീങ്ങൾ വിപ്ലവകാരികളാണ്. മുർസലീങ്ങൾ നൂഹ് നബി ഇങ്ങോട്ട് അഷ്റഫുൽ ഖൽക്ക് വരെയും വിപ്ലവത്തിന്റെ പതാക ഏന്തിക്കൊണ്ടാണ് ഈ ലോകത്ത് സഞ്ചരിച്ചത്. അതുകൊണ്ട് ഏൽക്കേണ്ടി വന്ന ത്യാഗം, പീഡനം ചില്ലറയായിരുന്നില്ല. കുറെ ആൾക്കാർ വധിക്കപ്പെട്ടു. ശത്രുക്കളെ കയ്യാൽ വധിക്കപ്പെട്ട റസൂലുകൾ ഉണ്ടായിട്ടുണ്ട്. കുറെ ആൾക്കാർ നാടുകടത്തപ്പെട്ടു. കുറെ ആൾക്കാർ മാരകമായി ബുദ്ധിമുട്ടിച്ച് ഒറ്റപ്പെടുത്തി ഭൂമിക്ക് കഷ്ടപ്പെടേണ്ടി വന്നു റസൂലുകൾ. എന്താ കാര്യം? റസൂലുകളുടെ ജോലി, നബിമാരുടെ ജോലി അള്ളാഹു റബ്ബാണ് എന്ന് പറഞ്ഞു കൊടുക്കൽ മാത്രമാണ്. മുർസലീങ്ങളെ ജോലി അള്ളാഹു റബ്ബാണ്, ഒന്നിച്ച് വേറെ ആരും പറ്റൂല എന്ന് പറയുകയാണ് മുർസലീങ്ങളെ ജോലി. ശരിക്കും ശ്രദ്ധിക്കണം. പലപ്പോഴും പറയുന്നുണ്ട്, നമ്മൾ മാസങ്ങളോളമായി ആഴ്ചകളോളമായി ചരിത്രം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമയത്തെയും കാലത്തെയും സാക്ഷിയാക്കിക്കൊണ്ട് ചരിത്രത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. 12 മാസത്തിൽ 7 മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചരിത്രം വിശദീകരിച്ചു തരാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. റജബ് മുതൽ മുഹറം വരെ. റജബ് മാസം, റജബ്, ശഅബാൻ, റമദാൻ, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹജ്ജ്, മുഹറം. ഈ 7 മാസം റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിന്റെ അംഗീകാരമുള്ള ബഹുമാനത്തിന്റെയും ആദരവിന്റെയും അനുഷ്ഠാനത്തിന്റെയും മാസമാണ് ഈ 7 മാസം. ചരിത്രത്തിൽ ഒരഡ്രസ്സും കൊടുത്തിട്ടില്ലാത്ത 5 മാസങ്ങളുണ്ട്. അത് സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജുമാദുൽ അവ്വൽ, ജുമാദുൽ ആഖിർ. റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിൽ ഈ 5 മാസത്തിന് ഒരു അഡ്രസ്സും ഇസ്ലാമിലില്ല. ഇസ്ലാമിന്റെ ശറഈയായ ഒരു വിഷയവും ഈ 5 മാസവുമായിട്ട് അല്ലാഹു തആല ബന്ധിപ്പിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് റബീഉൽ അവ്വൽ മാസം ഇത്രമാത്രം ലോകത്ത് സജീവമായത്? ആരാധനകളെ കൊണ്ടും അനുഷ്ഠാനങ്ങളെ കൊണ്ടും. വല്ലാഹി അത് ബിദ്അത്തോ ശിർക്കോ കുഫറോ മാത്രമാണ്. അതിന് ഇബാദത്ത് എന്ന് പറയുകയില്ല. എന്തുകൊണ്ട്? റബീഉൽ അവ്വൽ മാസത്തിന് റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിൽ അംഗീകാരമില്ല. റബീഉൽ അവ്വൽ മാസവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഇബാദത്തും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടില്ല. സഹാബാക്കൾ ആർക്കും അത് പരിചയമില്ല. അതേ കൂട്ടരെ അള്ളാഹുവിന്റെ അടുക്കൽ സമയങ്ങളെയും സമയകാല ചരിത്രങ്ങളെ അറിയിക്കുന്നതിന് നിശ്ചയിക്കപ്പെട്ടത് 12 മാസങ്ങളെയാണ്. അള്ളാഹുവിന്റെ കലണ്ടറിൽ 12 മാസമാണ്. ഒരു വർഷം പൂർത്തിയാകാൻ 12 മാസം തന്നെ വേണം. പക്ഷെ ദിവസത്തിന് വ്യത്യാസമുണ്ട്. ഭൂമിയിൽ ഒരു കൊല്ലം പൂർത്തിയാവാൻ 365 ദിവസം വേണം. എന്നാൽ സൗരയൂഥത്തിലെ മറ്റു ഗോളങ്ങളിൽ, അടുത്തുള്ള ചൊവ്വ പോലെ, ശുക്രൻ പോലെ, ബുധൻ പോലെയുള്ള ഗോളങ്ങളിൽ ഒരു വർഷം പൂർത്തിയാവാൻ ഭൂമിയിൽ 80-70 ദിവസം കഴിഞ്ഞാൽ മതി അവിടെ ഒരു വർഷം പൂർത്തിയാവാൻ. അങ്ങനെ കുറെ അങ്ങോട്ട് സഞ്ചരിച്ചാലോ ഈ ഭൂമിയിൽ 750 കൊല്ലം കഴിഞ്ഞാലും ഒരു ദിവസമാകാത്ത ഗോളങ്ങളുണ്ട് വേറെ. ഒന്നാം സൗരയൂഥത്തിൽ തന്നെ നെപ്റ്റ്യൂൺ, യുറാനസ്, പ്ലൂട്ടോ, ഇതൊക്കെ പറഞ്ഞിട്ടില്ല. സയൻസ് പഠിക്കുന്ന പിള്ളേരോട് വെച്ചാൽ അറിയാലോ. ഇതൊക്കെ 750-800 കൊല്ലം ഭൂമിയിൽ കഴിയണം അവിടെ ഒരു ദിവസമാകണമെങ്കിൽ. എന്നാൽ അതിന്റെ അപ്പുറത്ത് അല്ലാഹു തആലക്ക് ചില കലണ്ടറുകൾ ഉണ്ട്. എന്തറിയത്? അല്ലാഹു തആല പറഞ്ഞു, ഫീ യൗമിൻ കാന മിഖ്ദാറുഹു അൽഫ സനത്തിൻ മിമ്മാ തഅഉദ്ദൂൻ. ഈ ഭൂമിയിൽ 1000 കൊല്ലം കഴിയേണ്ട ദൂരമുണ്ട് അവിടെ ഒരു ദിവസം എന്ന് പറഞ്ഞു സൂറത്തു സജദയിൽ. അഭൗതിക ലോകവുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണത്. ബർസഖിന്റെ ലോകവുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണത്. ഇവിടെ 1000 കൊല്ലം കഴിയണം അവിടെ ഒരു ദിവസമാകണമെങ്കിൽ എന്ന്. വേറെയും പറഞ്ഞു അള്ളാഹുവിന്റെ അഭൗതിക ലോക സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിനെ പറ്റി പറഞ്ഞിടത്ത് ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50 അൽഫ സന. ഇവിടെ 50,000 കൊല്ലം കഴിയണം അവിടെ ഒരു ദിവസം കഴിയണമെങ്കിൽ. ഖുർആനാണ് ഇത്. ഏതെങ്കിലും കണക്കപ്പുള്ളന്റെ കണക്കല്ല, നോവലിസ്റ്റിന്റെ നോവലും അല്ല. ഇവിടെ 50,000 കൊല്ലം കഴിഞ്ഞാലേ അവിടെ ഒരു ദിവസമാവും. ഞാൻ ലളിതമായിട്ടൊന്ന് ചോദിക്കട്ടെ, അപ്പൊ ഈസാ നബിക്ക് എത്ര വയസ്സായിട്ടുണ്ടോ ഇപ്പോ? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം 33-ാമത്തെ വയസ്സിലാണ് ആകാശത്തിലേക്ക് പോയത്. തിരിച്ചു വരുമ്പോൾ 33 വയസ്സേ ഉള്ളൂ. പോയിട്ട് ഭൂമിയുടെ കണക്കനുസരിച്ച് 2000 ചില്ലറ കൊല്ലമായി പോയിട്ട് ഇല്ലേ. ഈ 2026 എന്ന് പറഞ്ഞാൽ ഈസവി അല്ലേ, ക്രിസ്താബ്ദമല്ലേ. അപ്പൊ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചിട്ട് 33-ാമത്തെ വയസ്സിലാണ് ആകാശത്തിലേക്ക് പോയത്. അപ്പം
2026 നിന്ന് 6 കൊല്ലം കുറച്ചോ 2020 കൊല്ലമായി. ഈ പറയുന്ന കണക്കനുസരിച്ച് അല്ലാഹു ആലം 2020 കൊല്ലമായി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ആകാശത്തിലേക്ക് പോയിട്ട് ഭൂമിയുടെ കണക്കനുസരിച്ച്. തിരിച്ചു വരുമ്പോഴും 33 വയസ്സാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാണ്. ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അല്ലേ? അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത എന്തുകൊണ്ടാണെന്നറിയോ? അതുമായിട്ട് ബന്ധപ്പെട്ട അറിവെങ്കിലും കുറച്ചുണ്ടെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയും. ഒന്നും വേണ്ട, നമ്മൾ പിള്ളേർ പഠിക്കുന്ന സയൻസെങ്കിലും പഠിച്ചാൽ മതി. അതെ, ആയിരക്കണക്കിന് കൊല്ലം കഴിഞ്ഞാലും ഭൂമിയിൽ ഒരു ദിവസമാകാത്ത സ്ഥലങ്ങൾ അള്ളാഹുവിൻ്റെ സംവിധാനത്തിലുണ്ട്, അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിലുണ്ട്. അതിലേതെങ്കിലും ഒരിടത്താണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഇപ്പോൾ താമസിക്കുന്നതെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഭൂമിക്ക് 2020 കൊല്ലമായിട്ടുണ്ടാവും. പക്ഷെ താമസിക്കുന്നിടത്ത് ഒരു ദിവസം പൂർത്തിയായിട്ടുണ്ടാവില്ല. ഇതെല്ലാം കണക്കൂട്ടം നമുക്ക് പോലെ കിതാബോധം ചെയ്യേണ്ടില്ലല്ലോ. പിള്ളേരോട് വെച്ചപ്പോരെ, ഗോളശാസ്ത്രം പഠിക്കുന്ന പിള്ളേരോട് വെച്ചപ്പോരെ. വളരെ കൃത്യവും വ്യക്തവുമാണ് അള്ളാഹുവിൻ്റെ കണക്ക്. ഖദ്ദർ അല്ലാഹു തഖ്ദീറ. അല്ലാഹു തആല എല്ലാ കാര്യങ്ങളും കൃത്യമായ കണക്കിലാണ് നിർമ്മിച്ച് സംവിധാനിച്ചിരിക്കുന്നത്. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റ. ഒന്നും സുമാറല്ല. അള്ളാഹുവിൻ്റെ ഒരു ഏർപ്പാടും സുമാറല്ല, വളരെ കൃത്യമായ കണക്കനുസരിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രപഞ്ചത്തിൽ എത്ര ദിവസമെടുത്താലും ശരി, കൊല്ലം പൂർത്തിയാകുന്നതിന് 12 മാസമാണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്നാ പറഞ്ഞത്. 5000 ദിവസം കഴിയുന്ന ഒരു കൊല്ലത്തിന് 5000 ദിവസമുള്ള ദിവസം സ്ഥലമുണ്ടാകാം. പക്ഷെ ആ 5000 കൊല്ലം കഴിഞ്ഞാലും അത് കണക്ക് കൂട്ടുന്നത് 12 മാസത്തിന്റെ കണക്കനുസരിച്ചാണ്. ഇന്ന ഇദ്ദത്ത ശുഹൂരി, മാസങ്ങളുടെ എണ്ണം ഇൻദല്ലാഹി, അള്ളാന്റെ അടുക്കൽ 12 ശഹ്റ, 12 മാസമാണ്. യൗമ ഖലഖ സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളെ നിർമ്മിച്ചതിനെ തിരിച്ചുവിട്ട ദിവസം മുതലേ അതാണ് അള്ളാന്റെ കണക്ക്. ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശരീഅത്തുമായി ബന്ധപ്പെട്ട മാസങ്ങളെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അതിൽ 12 മാസം തന്നെയാണ് ആ കണക്ക്. 12 മാസത്തിന് വ്യത്യാസമില്ല. ഇനി ലോകത്തുള്ള എല്ലാവരും കൂടിയിട്ട് നമുക്ക് ഇനി അടുത്ത കൊല്ലം മുതൽ 6 മാസം കഴിഞ്ഞാൽ ഒരു കൊല്ലമാകുന്ന കണക്കങ്ങ് കൂട്ടിയാലോ എന്ന് പറഞ്ഞാൽ അല്ലാഹ് കൂട്ടാക്കൂല. അള്ളാഹിന്റെ കണക്ക് തന്നെയാണ് കണക്ക്. ലോകത്താര് വിചാരിച്ചാലും അത് കൂട്ടാനും കുറക്കാനും കഴിയില്ല. നമ്മളെല്ലാം കൂടി ലോകത്തുള്ള മുഴുവൻ ലോകരാഷ്ട്രങ്ങളെല്ലാം കൂടി ഒരു ഇന്റർനാഷണൽ കൂട്ടായ്മ, ഒരു പ്രമേയം. എന്താണ്? അടുത്ത കൊല്ലം മുതൽ നമുക്ക് 6 മാസമാക്കാം. ഒരു കൊല്ലത്തിന് ശമ്പളം കൊടുക്കുന്നതിന് വേണമെങ്കിൽ 6 മാസം ആയിരിക്കും. പക്ഷെ അള്ളാഹിന്റെ കണക്കനുസരിച്ച് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറഞ്ഞു, ഇന്നമാ അനദ്ദഹ്ർ ലാ തസുബ്ബുദ്ദഹ്ർ. കാലത്തെ നിങ്ങൾ ചീത്ത പറയരുത്, സമയത്തെ നിങ്ങൾ ചീത്ത പറയരുത്, കുറ്റപ്പെടുത്തരുത്. നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല, നമ്മളെ കേരളത്തിലൊക്കെ ഉണ്ട് ശനിപ്പഴ, പിന്നെ കഷ്ടകാലം. സമയത്തെയും കാലത്തെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളെ ചർച്ച ചെയ്യുന്നവരുണ്ട്. വളരെ അപകടമാണ്. ഒരു മൂമിന്റെ വായിൽ അത് വരാൻ പാടില്ല. കഷ്ടകാലം, കാലവുമായിട്ട് കഷ്ടത്തിന് ബന്ധമില്ല. ദുശകുനം, ചൊവ്വാദോഷം നാട്ടിലുണ്ടോന്ന് എനിക്കറിയില്ല. ചൊവ്വാഴ്ച ആരും നിൽക്കാതിരിക്കൂല, വരെ കൂടൂല. ഉത്സവം പറഞ്ഞു കൊടുക്കുകയും ചെയ്യില്ല. ചൊവ്വാഴ്ച കണ്ടിട്ടുണ്ട്. നിങ്ങളെ നാട്ടിലങ്ങനെ ഉണ്ട്. ചൊവ്വാഴ്ച അങ്ങനെ കല്യാണമൊക്കെ കണ്ടിട്ടുണ്ട്. ഓഡിറ്റോറിയത്തിൽ തിരക്കുണ്ടെങ്കിൽ ചിലപ്പം ചൊവ്വാഴ്ചയായി ഇന്ന് വരും. ചൊവ്വക്കൊരു ദോഷമുണ്ടെന്നാ വിശ്വാസം ഇല്ല. അല്ലാഹു തആല പറഞ്ഞു, ഇന്നമാ അനദ്ദഹ്ർ, ഞാനാണ് കാലം. നിങ്ങൾ കാലത്തെ കുറ്റം പറയരുത്, സമയത്തെ കുറ്റം പറയരുത്. ഞാനാണ് സമയകാലങ്ങളെ തിരിച്ചുവിടുന്നത്. ഉഖല്ലിബുൽ ലൈല വന്നഹാർ, രാത്രിയെയും പകലിനെയും തിരിക്കുകയും മറിക്കുകയും ചെയ്യുന്നത് ഞാനാണ്. എനക്കെന്തോ കുറ്റമുണ്ടെന്നാ നിങ്ങൾ പറയുന്നതിന്റെ വാക്കിന്റെ അർത്ഥം എന്നാ പറഞ്ഞത്. അല്ലാഹു തആല പറഞ്ഞത് ഈ 12 മാസങ്ങളിൽ നിന്ന് റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്ത് അംഗീകരിച്ചു വന്നിരിക്കുന്നത് 7 മാസങ്ങളെയാണ്. അതല്ലാത്തൊരു മാസത്തിന് പുണ്യമുണ്ടെന്ന് പറയണമെങ്കിൽ റിസാലത്തിന്റെ കയ്യൊപ്പ് വേണം, അല്ലെങ്കിൽ മുഹമ്മദ് റസൂൽ കൊടുത്ത ഷഹാദ ബാത്തിലാവും. അശ്ഹദു അന്ന മുഹമ്മദ് റസൂൽ ദിക്ർ അല്ലാന്നുള്ളതല്ല. അശ്ഹദു, ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണെന്ന് ഞാൻ അള്ളാഹ് ഉറപ്പ് കൊടുക്കുന്നു എന്നാണ് ആ വാക്കിന്റെ മായന. അശ്ഹദു, ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ് എന്ന് ഞാൻ എൻ്റെ അള്ളാഹ് ഉറപ്പ് കൊടുക്കുന്നു. എന്ത് തെളിയിക്കും ഞാൻ? അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അല്ലാഹു തആല എനിക്ക് നിയോഗിച്ചയച്ചു തന്ന മുഹമ്മദ്, അത് അള്ളാന്റെ റസൂലാണ്. അത് ഞാൻ എൻ്റെ 24 മണിക്കൂർ നേരത്തെ ജീവിതത്തിൽ ഞാൻ തെളിയിക്കാൻ തയ്യാറാണ്. അതാണ് ഷഹാദ. ഒന്നാമത്തെ ഷഹാദയെ പറ്റി ഞാൻ അന്ന് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, അന്ന് കേട്ടവർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതാണ് ഒന്നാം ഷഹാദ, അടിസ്ഥാന ഷഹാദ അതാണ്.
രണ്ടാമത്തെ ഷഹാദ ഒന്നാം ഷഹാദന്റെ അനുബന്ധമാണ്. ഒന്നാം ഷഹാദ അടിസ്ഥാനവും രണ്ടാം ഷഹാദ അനുബന്ധവുമാണ്. ഒന്നാം ഷഹാദയാണ് അടിസ്ഥാനം ഇസ്ലാമിന്റെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഷ്ഹദു ഓരോ സമയത്തും ബാങ്ക് കേൾക്കുമ്പോഴും അതിന് മറുപടി കൊടുക്കുമ്പോഴും ബാങ്കുകാരൻ ബാങ്ക് കൊടുക്കുമ്പോഴും നിസ്കരിക്കുമ്പോഴും നിസ്കരിക്കത്തിൽ അത്തഹിയാത്തിൽ തശഹൂദ് ഓതുമ്പോഴും അഷ്ഹദു പറയുമ്പോഴെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് എന്താണ്? ഞാനിത് എൻ്റെ അള്ളാഹ്ക്ക് കൊടുക്കുന്ന കരാറാണ്. ആ കരാറ് ഞാൻ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് നിസ്കാരത്തിൽ. ബാങ്ക് ആ കരാറ് പുതുക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടി. കാരണം ഏത് സമയത്തും കരാറ് സസ്പെൻഡ് ആവാം, ഏത് സമയത്തും അത് ഡിസ്മിസ് ആവാം. അതോടുകൂടി നരകത്തിൽ കാലാകാലമാവുകയും ചെയ്യും. അതിൽ ഒന്നാമത്തത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഷ്ഹദു, അല്ലാഹുവേ ഞാൻ ജീവിച്ച് തെളിയിച്ചോളാം എന്ന് നിനക്ക് ഉറപ്പ് തരുന്നു. ഇതാണ് അഷ്ഹദുന്റെ മഅന. അതിന് നമ്മളെല്ലാം കൂടി അർത്ഥം കൊളാക്കി. അള്ളാഹു അല്ലാതെ ആരാധനക്കധികം മറ്റാരുമില്ലെന്ന് ഞാൻ അർത്ഥം പറഞ്ഞ് മനസ്സിലുറപ്പിച്ച നാവ് കൊണ്ട് വെളിവാക്കി പറയുന്നു. 5-ാമത്തെ വയസ്സിൽ മദ്രസയിൽ കൊണ്ട് പോയി ചേർത്തപ്പോൾ മൊല്ലാക്ക പറഞ്ഞു കൊടുത്ത അർത്ഥമാണ് അത്. ഈ ഇരിക്കുന്ന നിങ്ങളൊക്കെ എങ്ങനെ തന്നെയായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. പിന്നെ അതിന് ശേഷം എന്തിന്റെ അർത്ഥമാണ് ഞാൻ അറിഞ്ഞത് എന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല. ഇത്രയും പ്രായമാകുന്നതിനിടയിൽ എന്താണ് ഞാൻ മനസ്സിലുറപ്പിച്ചത് ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. എന്തിന്റെ അർത്ഥമാണ് ഞാൻ അറിഞ്ഞത് ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അന്ന് 5-ാമത്തെ വയസ്സിൽ മൊല്ലാക്ക കാണാതെ പഠിപ്പിച്ചിട്ട് ഇറങ്ങിയതാ. പിന്നെ ഇന്ന് വരെ നിസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ്, നിസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ്, നിസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ്, ഷഹാദത്തിനെ പറ്റിയുള്ള പഠനം നടന്നിട്ടില്ല. അത് ജൂതന്റെ നേതൃത്വത്തിൽ ഷിയാക്കൾ ഒളിപ്പിച്ചു വെച്ചു. കാരണം എന്താണ്? ഈ സംവിധാനങ്ങൾ തകർന്ന് തരിപ്പണമാകും ഷഹാദ ചർച്ച ചെയ്യാൻ തുടങ്ങിയാൽ ആ ഷഹാദിയാണ് സലഫികൾ ലോകത്ത് ചർച്ച ചെയ്യാൻ തുടങ്ങിയത് 300 കൊല്ലത്തിനിപ്പുറം. ആ സിദ്ധാന്തം നമ്മുടെ നാട്ടിലെത്തിയത് 100 കൊല്ലത്തിനിപ്പുറം. 1100 കൊല്ലത്തോളം ഷീഈ വിഭാഗം ജൂതന്റെ സപ്പോർട്ടോടുകൂടി ഇസ്ലാമിന്റെ അടിസ്ഥാനമായ ഷഹാദത്തിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള ഷഹാദ ദിക്ർ ഹൽക്കയിലും ബിരിയാണിയിലും ഒതുക്കി ഉമ്മത്ത്. മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ഷഹാദ സ്വലാത്ത് ഹൽക്കയിലും ബിരിയാണിയിലും ഒതുക്കി ഉമ്മത്ത്. അതിന് ഷീഈ പണ്ഡിത നേതൃത്വം എന്ന് പറയുന്ന പുരോഹിത വർഗം നേതൃത്വം കൊടുക്കുകയും ചെയ്തു. സാധാരണക്കാരൻ ഷഹാദത്ത് മനസ്സിലാക്കാൻ പാടില്ല. സാധാരണക്കാരൻ ഷഹാദത്ത് മനസ്സിലാക്കിയാൽ ബിദ്അത്ത് ശിർക്കുകളെ കൊണ്ട് ഈ ഉമ്മത്തിന്റെ ആത്മീയതയെ ചൂഷണം ചെയ്ത് പണമുണ്ടാക്കാൻ ഈ ദുർഗമമായ പുരോഹിത വർഗത്തിന് കഴിയില്ല എന്നവർക്കറിയാം. അതേ 100 കൊല്ലത്തിനിപ്പുറത്ത് കർണാടകയിലായാലും കേരളത്തിലായാലും ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ സാധാരണക്കാരൻ മനസ്സിലാക്കിയപ്പോൾ ഇവിടുത്തെ ഷീഹി പൗരോഹിത്യം ഉറഞ്ഞുതുള്ളാൻ കാരണം എന്താണെന്നറിയുമോ? പാവപ്പെട്ട സാധാരണക്കാരിലേക്ക് തൗഹീദ് എത്തിപ്പോകുമോ എന്ന പേടിയാണ്. ഇത് പറയാൻ കഴിയുമല്ലാന്ന്. 2ാം ക്ലാസ്സിലെത്തിയപ്പോൾ നാം ഫിഖ് പഠിച്ചു. ബാബുസലാം നിസ്കാരം, പാഠം 1 നിസ്കാരം, പിന്നെ പാഠം 2 സക്കാത്ത്, പാഠം 3 നോമ്പ്, പാഠം 4 ഹജ്ജ്. ഷഹാദത്ത് എവിടെ? 3ാം ക്ലാസ്സിലെത്തിയപ്പോഴും നിസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ്. ഷഹാദത്ത് എവിടെ? 4ാം ക്ലാസ്സിലെത്തിയപ്പോഴും നിസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ്. ഷഹാദത്ത് എവിടെ? ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും എനിക്ക് നന്നായിട്ട് അറിയാം. നിസ്കാരത്തിന്റെ ഫർള് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞു തരും. എണ്ണി പറയാൻ കഴിയില്ലെങ്കിലും ഫർള് അറിയാം. നിസ്കാരത്തിന്റെ ഷർത്ത് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞു തരും. നിസ്കാരം ബാത്തിലായി പോകുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു തരും. ഷഹാദത്തിന്റെ ഫർള് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഈ ഇരിക്കുന്ന സെലഫികളായ നിങ്ങൾക്ക്. മറ്റൊരു സാധാരണക്കാരെ ഉള്ളത് എനിക്കറിയില്ല. സെലഫി പള്ളിയായതുകൊണ്ടാണ് ഞാൻ സെലഫികൾ എന്ന് പറയുന്നത്. മിക്കവാറും എത്രക്കാർ വരാനല്ലേ സാധ്യതയുള്ളൂ. ഈ സെലഫികൾ എന്ന് പറയുന്നവർക്ക് പോലും ചിലപ്പോൾ ഷഹാദത്തിന്റെ ഫർള് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുതരാൻ കഴിയില്ല. നിസ്കാരത്തിന്റെ ഫർള് പറഞ്ഞുതരാൻ കഴിയും. വയസ്സന്മാർക്കും കഴിയും, ചെറുപ്പക്കാർക്കും കഴിയും. ഷഹാദത്ത് സഹിയാകാനുള്ള ഷർത്ത് എന്താണ് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. എനിക്ക് നന്നായിട്ട് അറിയാൻ പറയാൻ കഴിയില്ല എന്ന്. അതേ സന്ദർഭത്തിൽ നിസ്കാരം സഹിയാകാനുള്ള ഷർത്ത് എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞു തരും. മണിമായിട്ട് പറഞ്ഞു തരും. ഷഹാദത്ത് ബാത്തിലായി പോകുന്ന കാര്യങ്ങൾ എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയില്ല. നിസ്കാരം ബാത്തിലായി പോകുന്ന കാര്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ മണിയായിട്ട് പറഞ്ഞു തരും. എന്തേ? ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യവും അടിസ്ഥാനവുമായ ഷഹാദത്തിന് ഫർളും ഷർത്തും ഒന്നും ഇല്ലേ? അത് വെറും ദിക്ർ ഹൽക്കി സലാത്ത് ഹൽക്കി മാത്രമാക്കി കൊണ്ടുപോയാൽ മതിയോ? നിസ്കാരത്തിന് മാത്രമേ ഉള്ളൂ ഗഹനമായ പഠനം? നോമ്പിനെ പറ്റി മാത്രമേ ഉള്ളൂ ഗഹനമായ പഠനം? സക്കാത്തും ഹജ്ജും മാത്രമേ ഉള്ളൂ ഗഹനമായ പഠനം? ഷഹാദത്തിനെ പറ്റി ഗഹനമായ പഠനം ആവശ്യമില്ലേ? നമ്മുടെ നാടുകളിൽ സലഫിയത്തിന്റെ ബാലപാഠം പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഷഹാദത്ത് ഒരു സാധനമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അത് തന്നെയാണ് സലഫിയത്തിന്റെ ഗുണവും. അതിലടങ്ങിയിരിക്കുന്ന രാജകത്വം അത് തന്നെയാണ്, രാജാസ്ഥാനം. ഇപ്പോഴാണ് ഷഹാദത്ത് എന്താ മനസ്സിലാക്കി. കിതാബോധിയ ഒരാലിന് കിതാബോധി പഠിക്കും, അയാൾ ആലിമായിരിക്കും, 100 കണക്കിന് കിതാബോധിയിട്ടുണ്ടാവും. പക്ഷെ ഷഹാദത്തിനെ പറ്റി മാത്രം പഠിച്ചിട്ടുണ്ടാവില്ല. നിങ്ങളിപ്പോ
പ്രഗത്ഭന്മാരായ ഖാദിമാരടുത്തേക്ക്, ഖത്തീമാരടുത്തേക്ക്, നാട്ടിലെ മുദരിസുമാരടുത്തേക്കൊപ്പോ മാനമായ രീതിയിൽ ഉസ്താദെ ഇസ്ലാം കാര്യം 5 ഒന്നാമത്തത് ഷഹാദത്ത്, രണ്ടാമത്തത് നിസ്കാരം, മൂന്നാമത്തത് സക്കാത്ത്, നോമ്പ് സക്കാത്ത്, 4 നോമ്പ്, 5 ഉസ്താദെ നിസ്കാരത്തിന്റെ ഷർത്ത് എനിക്കറിയാം, നിസ്കാരത്തിന്റെ ഫർള് എനിക്കറിയാം, ആ ഷഹാദത്തിന്റെ ഷർത്ത് ഫർള് എന്ന് പറഞ്ഞാൽ ഉസ്താദെ ചോദിച്ചാൽ അദ്ദേഹം കൈമലർത്തും. അങ്ങനെയൊന്നും ഉണ്ടോ എന്ന് ചോദിക്കും. കാരണം എന്താ, 15 കൊല്ലം കിതാബ് ഓതിയാലും ഷഹാദത്തിനെ പറ്റി ചർച്ച ചെയ്യുന്ന കിതാബ് കാണൂല. അത് സലഫിയത്തിലൂടെയാണ് ലോകം അറിഞ്ഞത്. അഹ്ലുസുന്നയുടെ ഉലമാക്കളാണ് ലോകത്തോട് ഷഹാദ ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. അതുമുതലാണ് അവർ കടികൊള്ളാൻ തുടങ്ങിയത്. അതുപോലെയാണ് അവര് ലോകത്ത് കഷ്ടപ്പാടുകളും പീഡനങ്ങളും സഹിക്കേണ്ടി വന്നത്. അതെ, 1,24,000 പ്രവാചകന്മാരെ കൂട്ടത്തില് ഏതാണ്ട് 1,23,000-ലധികം പ്രവാചകന്മാർക്ക് ഒരു ബുദ്ധിമുട്ടും ലോകത്തുണ്ടായിട്ടില്ല. അവർ അള്ളാഹു റബ്ബാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ. 313 മുർസലീങ്ങളെ ജോലി, ഒപ്പം അള്ളാഹു അല്ലാത്തവരില്ല എന്നും കൂടി പറയണമെന്ന് പറയാൻ തുടങ്ങിയപ്പോഴാണ് പ്രശ്നം ഉണ്ടായത്. ഞാനത് പലപ്പോഴും പറയുന്നവൾ എന്താ മനസ്സിലാകാത്തത്? ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ആദർശപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹുവിന്റെ റുബൂബിയത്ത് മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ. റബ്ബുനല്ലാ, നമ്മുടെ റബ്ബ് അള്ളാഹുവാണ്. ബഹുമാനപ്പെട്ട 2ാമത്തെ നബി എന്ന് പറയുന്ന ശീസ് നബി, അവർക്കും പ്രശ്നങ്ങളില്ല. 3ാമത്തെ നബിയായ ഇദ്രീസ് നബി, അവർക്കും പ്രശ്നങ്ങളില്ല. അവർ നുബുവത്തിന്റെ ജോലി മാത്രമേ നിർവഹിക്കേണ്ടി വന്നിട്ടുള്ളൂ, റിസാലത്തിന്റെ ജോലി നിർവഹിക്കേണ്ടി വന്നിട്ടില്ല. 4ാമത്തെ നബിയും 1ാമത്തെ റസൂലുമായ നൂഹ് നബിന്റെ കാലം മുതലാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. അല്ലേ ചരിത്രം? ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് റബ്ബിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ. ശീസ് നബിക്കും ഇദ്രീസ് നബിക്കും ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്കും അള്ളാഹു റബ്ബാണെന്ന് അംഗീകരിക്കേണ്ട ജോലിയേ ഉള്ളൂ. അതുകൊണ്ടാണ് അള്ളാന്റെ റസൂല് പറഞ്ഞത് ആദം നബിന്റെ മക്കളെ കൂട്ടത്തിൽ 10 തലമുറ മുഴുവനും വഹീദീങ്ങളാണ് എന്ന്. കാരണം എന്താണ്? ഇലാഹുകളെ പറ്റി ചർച്ച ചെയ്യേണ്ടി വന്നിട്ടില്ല. ആ കാലഘട്ടത്തിലൊന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചർച്ചയിലില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചർച്ച ചെയ്യാൻ തുടങ്ങിയത് നൂഹ് നബിന്റെ കാലം മുതലാണ്. ആദം നബിന്റെ 11ാമത്തെ തലമുറയിലാണ് നൂഹ് നബി നബിയായിട്ട് വരുന്നത്, ഒപ്പം റസൂലുമായിട്ട് വരുന്നത്. റസൂലിന്റെ ജോലി എന്താ? അള്ളാഹു റബ്ബാൻ, അള്ളാഹുവിനോടൊപ്പം വേറെ ആരും പറ്റൂല. എന്താ കാര്യം? നൂഹ് നബിന്റെ ഖൗം 5 ഔലിയാക്കളെ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പകരക്കാരോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഇടയാളികളോ ആക്കി ഇലാഹദ്റത്തിന്റെയും ജാഹുവർക്കത്തിന്റെയും ആളായി മാറി. അപ്പോഴാണ് റസൂൽ വരേണ്ടി വന്നത്. ആ 5 ജാറങ്ങളെ തള്ളിക്കൊണ്ടാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത്. ആ 5 ജാറങ്ങൾ അപകടമാണ്, ശിർക്കാണ്, കുഫറാണ്, നരകമാണ് എന്ന് പറയാനാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലായിട്ട് വരുന്നത്. അതോടുകൂടിയാണ് നൂഹ് നബിന്റെ ഖൗമ് ഫഖാലൽ മലഉല്ലദീന കഫറു മിൻ ഖൗമിഹി, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമിലെ മൗലാനമാര് പറഞ്ഞു. മല എന്ന് പറഞ്ഞാൽ മൗലാനമാര്, ശൈഖുനമാര്. അവർക്കാണ് മല എന്ന് പറയുന്നത്. മേലാളന്മാര് എന്നൊക്കെ മലയാളത്തിൽ പറയും. ഒരു സമൂഹത്തെ നയിക്കുന്നവർ, അതാണ് മൗലാന ശൈഖുനമാര്. فقال الملأ الذين كفروا من قوم نوح, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമിൽ നിന്ന് മലഉകൾ, മൗലാനമാർ അതിനെ എതിരായിട്ട് സംസാരിച്ചു. ഇങ്ങനൊരു വസ്തു നമ്മൾ കേട്ടിട്ടേ ഇല്ല നമ്മുടെ ജീവിതത്തിൽ. ഇത് വെറും ഒരു മനുഷ്യൻ മാത്രമാണ് നൂഹ് വെറും ഒരു മനുഷ്യൻ. ഇല്ല ബശറും മിസ്ലുന, നമ്മളെപ്പോലത്തെ ഒരു മനുഷ്യൻ മാത്രമാണ്. നിങ്ങളെ നേതൃത്വം വഹിക്കാൻ, നിങ്ങളെ ഷെയ്ഖാവാൻ, നിങ്ങളെ പ്രസിഡന്റ് ആവാൻ, നിങ്ങളെ മാനേജർ ആവാൻ, നിങ്ങളെ മുത്തവല്ലിയാവാൻ ഈ നൂഹ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ മേൽ ആധിപത്യം ഉണ്ടാക്കാൻ ഈ നൂഹ് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ നൂഹ് പറയുന്നത് നമ്മുടെ ഉപ്പപ്പമാരോ നമ്മുടെ കാരണവന്മാരൊന്നും അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്കെതിരായിട്ട് സംസാരിച്ചിട്ടില്ല, ജാറങ്ങൾക്കെതിരായിട്ട് സംസാരിച്ചിട്ടില്ല. ഈ ആയിരക്കണക്കിന് കബറുകളുടെ കൂട്ടത്തിൽ ഇറാഖിൽ ഈ 5 കബറ് മാത്രം കല്ലോണ്ട് കെട്ടിയത് നമ്മൾ ഉപ്പാപ്പമാരാണ്. എന്ന 5 ഔലിയാക്കൾ, ആ 5 ഔലിയാക്കളെ കബറിൽ കല്ലോണ്ട് കെട്ടിയിട്ട് പെയിന്റ് അടിച്ചിരിക്കുന്ന നമ്മുടെ ഉപ്പാപ്പമാരാണ്. നമ്മുടെ ഉപ്പാപ്പമാർക്കൊന്നും തിരിയാത്തതാണോ ഈ നൂഹിന് തിരിഞ്ഞു പോയത്? നാം മനസ്സിലാക്കുന്നു നൂഹിന് എന്തോ ജിന്ന് ബാധയുണ്ട്, എന്തോ ശൈത്താൻ ബാധയുണ്ട്. അതുകൊണ്ട് അവനെ വിട്ടേക്ക്, നിങ്ങൾ അവനെ ഒഴിവാക്കിയേക്ക് നിങ്ങൾ. പ്രശ്നം അന്നാ തുടങ്ങിയത്. ഇപ്പോഴും അതിന്റെ പ്രശ്നം. റിസാലത്തിന്റെ ഭാഗമായി സുള്ളിയാങ്ങാടിയിൽ അള്ളാഹു അല്ലാതെ മറ്റൊന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പേറു തുടങ്ങും. അതിന് 9500 കൊല്ലത്തെ ചരിത്ര പാരമ്പര്യമുണ്ടെന്നാണ് നാം പറയുന്നത്. അതാണ് നാം കാലത്തെയും സമയത്തെയും സാക്ഷിയാക്കിക്കൊണ്ട്
അല്ലാഹു തആല സമയത്തെ മുന്നോട്ട് ഗമിക്കുകയാണ് എന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. ഇന്നും അത് തുടരുകയാണ്, അക്ഷരത്തിന് പോലും വ്യത്യാസമില്ലാത്ത രീതിയിൽ. അന്ന് എന്തിനാണോ നൂഹ് നബി ഭ്രാന്തനായത്, അതിന് തന്നെയാണ് ഇന്ന് അഹ്ലുസുന്നയിലെ ഉലമാക്കൾ ഭ്രാന്തന്മാരെന്ന് വിളിക്കപ്പെടുന്നത്. അന്ന് എന്തിനാണോ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഏറുകൊണ്ടത്, അതിന് തന്നെയാണ് ഇന്നും അഹ്ലുസുന്നയുടെ ഉലമാക്കൾ ഏറുകൊള്ളുന്നത്. അന്ന് എന്തിനാണോ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നാട് വിടേണ്ടി വന്നത്, അതേ ആവശ്യത്തിനാണ് ഇന്നും അഹ്ലുസുന്നയുടെ ഉലമാക്കളും പ്രവർത്തകന്മാരും നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് താമസം മാറ്റേണ്ടി വരുന്നത്. എന്താ വ്യത്യാസം? കാലത്തെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, അതിൽ ഒഴിവ് ഇല്ലല്ലദീന ആമനു, ഈമാനുള്ളവർ ഒഴികെ. എന്താണ് ഈമാൻ? അതാണ് പറഞ്ഞു വന്നത്. അൽ ഈമാൻ അത്തസ്ദീഖു ബിൽ ഖൽബ്. അല്ലാഹുവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും 100% സത്യപ്പെടുത്താനുള്ള മനസ്സുണ്ടാവണം. നേരിയൊരു സംശയം വന്നാൽ അപ്പ അവന്റെ ഷഹാദവാത്തിലാവും. അഷ്ഹദു, ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ് അല്ലാഹുവേ, അല്ലാഹുവോടാ പറയുന്നത്. ഇപ്പൊ നമ്മൾ നിസ്കരിക്കുമ്പോൾ തഹിയ്യാത്ത് ഓതും, ആ തഹിയ്യാത്തിൽ നമ്മൾ പറയും, അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ഇത് വരണം. ഇന്ന് ഈ ജുമാ നിസ്കരിക്കുമ്പോൾ രണ്ടാമത്തെ റക്അത്തിൽ നമ്മൾ തശഹുദ് ഓതും, ഇല്ലേ? തശഹുദ് ഓതുന്ന അന്നേരം ഞാൻ ഈ പറഞ്ഞ വിഷയം ഓർമ്മയിലേക്ക് വരണം. ഓർമ്മയിലേക്ക് വരുന്നില്ലേ? വല്ലാഹി ഈ നിസ്കാരം കൊണ്ടും ജുമാ കൊണ്ടും ഒന്നും നേടാനില്ല, ദുനിയാവിലുമില്ല ആഖിറത്തിലുമില്ല. അഷ്ഹദു, ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ് അല്ലാഹുവേ, നിനക്ക് ഞാൻ ഉറപ്പു തരുന്നു. അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഐ ലാ മഅബൂദ ബിഹഖ്, ഞാനുമായി ബന്ധപ്പെട്ട ഏതേത് വിഷയമായാലും, അത് അടുക്കളക്കാര്യമാവാം, അങ്ങാടിക്കാര്യമാവാം, അന്താരാഷ്ട്ര കാര്യമാവാം, ദുനിയാവിന്റെ കാര്യമാവാം, ദീനിന്റെ കാര്യമാവാം, ആഖിറത്തിന്റെ കാര്യമാവാം, എന്ത് പ്രശ്നമായിരുന്നാലും ശരി, ഏ അല്ലാഹ്, നിന്നെ മാത്രമേ ഞാൻ അതിൽ ഇടപെടിപ്പിക്കുകയുള്ളൂ. ഇല്ലല്ലാഹ്, നിന്നെ മാത്രമേ ഞാൻ ഇടപെടിപ്പിക്കുകയുള്ളൂ. നീയല്ലാത്തൊരു ശക്തിയെ, നീയല്ലാത്തൊരു വ്യക്തിയെ, നീയല്ലാത്തൊരു വസ്തുവിനെ, ജീവിച്ചിരിക്കുന്ന മരിച്ചുപോയ വലിയനെ, ജീവിച്ചിരിക്കുന്ന ജിന്നിനെ, മലക്കുകളെ, ദേവിയെ, ദേവനെ, ഭഗവാനെ, ഭഗവാതി, അങ്ങനെ ഒന്നിനെയും എന്തിനെയും, ദീനാറിനെ, ദിർഹമിനെ, എന്റെ പ്രശ്നപരിഹാരത്തിന് നിന്നോടൊപ്പം, നിന്നോട് കൂടി അല്ലെങ്കിൽ നിന്നെ കൂടാതെ ഇടപെടിപ്പിക്കുന്ന പ്രശ്നമില്ല. അത് ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. എന്റെ ഷഹാദ ഒന്ന് നെഞ്ചത്ത് കഴിച്ച് ചോദിച്ച്, ഷഹാദ ബാത്തിലാണോ സഹിയാണോ എന്ന്. 24 മണിക്കൂർ ലൈവായി നിൽക്കണം ഈ ഷഹാദ. 24 മണിക്കൂർ ലൈവായി. നിസ്കാരം അത് വേണ്ട. നിസ്കാരം 24 മണിക്കൂറിൽ ആകെ 2 മണിക്കൂർ മതി 5 നേരം നിസ്കരിക്കാൻ. ബാക്കി 22 മണിക്കൂർ ഫ്രീ ആണ്. ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹി നിസ്കരിക്കാൻ എത്ര മണിക്കൂറാണ് വേണ്ടത്? എല്ലാം കൂടി ഒന്നും അടക്കം 2 മണിക്കൂറല്ലേ വേണ്ടുള്ളൂ. ബാക്കി 22 മണിക്കൂർ ഫ്രീ ആണ്. സക്കാത്ത് വർഷത്തിൽ 1 പ്രാവശ്യം കൊടുത്താൽ മതി, അതും മുതലാളിമാർ കൊടുത്താൽ മതി. ബാക്കി 1 വർഷം മുഴുവനും ഫ്രീ ആണ്. നോമ്പ് 1 മാസം നോറ്റാൽ മതി, ബാക്കി 11 മാസം ഫ്രീ ആണ്. ഹജ്ജ് ജീവിതത്തിൽ 1 പ്രാവശ്യം ചെയ്താൽ മതി, ബാക്കി ജീവിതമേ ഫ്രീ ആണ്. ഷഹാദ 24 മണിക്കൂറിൽ 1 സെക്കൻഡ് പാഴാവാതെ സംരക്ഷിക്കപ്പെടണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? എപ്പോഴാണോ ഷഹാദ ബാത്തിലാകുന്നത്, പ്രായപൂർത്തി തൊട്ട് ഇങ്ങോട്ട് വരെയുള്ള മുഴുവൻ നിസ്കാരവും ആ സമയത്ത് ബാത്തിലാകും. പ്രായപൂർത്തി മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ നിസ്കാരവും ആ സമയത്ത് ബാത്തിലാവും. ഷഹാദ ബാത്തിലായാൽ നിസ്സാര വിഷയമല്ല അല്ലാഹു കൊടുത്തിരിക്കുന്ന ഉറപ്പ്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയൊരു ന്യൂനപക്ഷത്തിന് മാത്രമേ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. 1,00,000 മുസ്ലിമീങ്ങൾ ഒരു നാട്ടിലുണ്ടെങ്കിൽ അതിൽ 1000 പേരായിരിക്കും മുഅ്മിനീങ്ങൾ, അതിൽ വെറും 10 പേരായിരിക്കും മുഹ്സിനീങ്ങൾ. ഇസ്ലാമിന്റെ 3 കാറ്റഗറി അതാണ്: അൽ ഈമാൻ, അൽ ഇസ്ലാം, വൽ ഈമാൻ, വൽ ഇഹ്സാൻ. അതാണ് അല്ലാഹുവിന്റെ ദീനിന്റെ 3 കാറ്റഗറി. അതിൽ ഒന്നാമത്തെ കാറ്റഗറി ഇസ്ലാം, അത് പ്രൈമറി സ്റ്റേജാണ്. മുസ്ലിം ആകുക എന്നുള്ളത് പ്രൈമറി സ്റ്റേജാണ്. മുഅ്മിനാകുക എന്നുള്ളത് അതിന്റെ സെക്കൻഡറി സ്റ്റേജാണ്. മുഹ്സിൻ എന്നത് അതിന്റെ ഫൈനൽ സ്റ്റേജാണ്. ഇന്നാ കദാലിക നജ്സിൽ, ഇന്നാ കദാലിക നജ്സിൽ മുസ്ലിമീൻ എന്നാണോ മുഅ്മിനീൻ എന്നാണോ? ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഇഹ്സാൻ. ഇസ്ലാം തന്നെ നേരെ ചൊവ്വേ മനസ്സിലായിട്ട പിന്നെയാണോ ഇഹ്സാൻ? ലോവർ ക്ലാസ്, LP ക്ലാസ് തന്നെ ഇതുവരെ റെഡി ആയിട്ടില്ല. 1ാം ക്ലാസ്സിൽ നിന്ന് ഉരുളുക. തൗഹീദ് തൗഹീദ് എന്ന് പറഞ്ഞിട്ട് 1ാം ക്ലാസ്സിൽ നിന്ന് ഉരുളുക. ഇതുവരെ അവിടെ തന്നെ 2-3 എത്തിയിട്ടില്ല. എന്നിട്ടാണോ പിന്നെ സെക്കൻഡറി, എന്നിട്ടാണോ പിന്നെ ഫൈനല്, കോളേജ്. മനസ്സിലാക്കിയേ പറ്റൂ സഹോദരങ്ങളെ. അതുകൊണ്ട് മറ്റുള്ളവന്റെ ഈമാൻ പരിശോധിക്കാൻ, മറ്റുള്ളവന്റെ അമല് പരിശോധിക്കാൻ സ്കാനിങ് മെഷീൻ എടുത്ത് നടക്കണ്ട.
എൻ്റെ ഈമാൻ എവിടെ കിടക്കുന്നു എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കണം ഓരോരുത്തരും. ഹസിബു കബില തുഹാസബു, സ്വന്തം വിചാരണ ചെയ്തുകൊണ്ടിരിക്കുക, സ്വന്തം പിന്നെ ഈ സ്കാനിങ് മെഷീൻ എടുത്തിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുക. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ 24 മണിക്കൂറിൽ എൻ്റെ ഷഹാദത്ത് എവിടെയെങ്കിലും സസ്പെൻഡ് ആയിട്ടുണ്ടോ, എവിടെയെങ്കിലും ഡിസ്മിസ് ആയിട്ടുണ്ടോ, എൻ്റെ ഷഹാദത്ത് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? 24 മണിക്കൂർ ഒന്നിക്ക് എൻ്റെ വാക്ക്, അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തി, അല്ലെങ്കിൽ എൻ്റെ ചിന്ത. ഈമാന്റെ രണ്ടാമത്തെ വിഷയം എന്താണ്? വൽഇഖ്റാറു ബിൽ ലിസാൻ. അഡ്ജസ്റ്റ്മെന്റ് പോരാ. അള്ളാഹുമായി ബന്ധപ്പെട്ടത് മാത്രമേ ഞാൻ അംഗീകരിക്കുകയുള്ളൂ, അള്ളാഹു അല്ലാത്ത ഒന്നിനെയും ഞാൻ അംഗീകരിക്കുകയില്ല എന്ന് നാവ് കൊണ്ട് പ്രസ്താവിക്കണം. അപ്പോഴേ ഈമാനാവുള്ളൂ. അൽ-ഇഖ്റാറു ബിൽ ലിസാൻ, ഞാൻ മുസ്ലിമാണ്, അള്ളാഹു അല്ലാത്ത ഒന്നിനെയും ഞാൻ അംഗീകരിക്കുകയില്ല. ഞാൻ സലഫി പള്ളിയിൽ സംസ്കരിക്കാൻ പോക്ക്, മറ്റേ ജാറപ്പള്ളിയിൽ ഞാൻ പോക്കില്ല, പക്ഷെ ഞാൻ അതിനെ എതിർക്കാനൊന്നും നിൽക്കയില്ല. വല്ലാഹി നീ മുനാഫിക്കാണ്, നിന്റെ ഷഹാദ അപ്പം ബാത്തിലാവും. അതിനെ എതിർക്കാനൊന്നും നിൽക്കയില്ല എന്ന് പറഞ്ഞാൽ അപ്പം നിന്റെ ഷഹാദ ബാത്തിലാവും. കാരണം ഷഹാദ സഹിയാകാണ്ട രണ്ടാമത്തെ വകുപ്പ് എന്താ? ഇഖ്റാറു ബിൽ ലിസാൻ. ഞാൻ എൻ്റെ അള്ളാഹ്ക്ക് മാത്രമേ അംഗീകരിക്കുകയുള്ളൂ, അള്ളാഹു അല്ലാത്ത ഒന്നിനെയും അള്ളാഹ്ക്ക് പകരമായിട്ടോ, നിദ്ദൻ അള്ളാഹ്ക്ക് പകരമായിട്ട്, അല്ലെങ്കിൽ ശരീക്കൻ അള്ളാഹ്ക്ക് പാർട്ട്ണറായിട്ട്, അല്ലെങ്കിൽ ലഹീറൻ അള്ളാഹ്ക്ക് സഹായിയായിട്ട്, അല്ലെങ്കിൽ വസീലൻ അല്ലെങ്കിൽ അള്ളാഹ്ക്ക് ഇടയാളായിട്ട്, അല്ലെങ്കിൽ ഷഫീഅൻ അല്ലെങ്കിൽ അള്ളാഹിനോട് ശുപാർശ പറയാൻ ഇല്ല. ഞാൻ ഒന്നിനെ ആരും, ഒരു നബിയെയോ റസൂലിനെയോ മലക്കിനെയോ ജിന്നിനെയോ മനുഷ്യനെയോ ദീനാറിനെയോ ദിർഹമിനെയോ ഒന്നും ഞാൻ അംഗീകരിക്കയില്ല. ഞാൻ എൻ്റെ വിഷയത്തിൽ എൻ്റെ അള്ളാഹിനെ മാത്രം ഇടപെടിപ്പിക്കും, അതിനായി ഞാൻ കാത്തിരിക്കും. എൻ്റെ അള്ളാഹു എന്താണോ എന്നോട് കൽപ്പിച്ചിരിക്കുന്നത് അത് ഞാൻ പ്രവർത്തിക്കും മുഹമ്മദ് റസൂൽ അനുസരിച്ച്. എന്നിട്ട് എൻ്റെ അള്ളാഹ് ഇടപെടുന്നത് വരെ ഞാൻ കാത്തിരിക്കും. മരിക്കുന്നത് വരെ കിട്ടിയിട്ടില്ല, ഞാൻ എൻ്റെ അള്ളാഹുവിൻ്റെ മുമ്പിൽ പരാതി പറയും നാളെ അവിടെ പോയിട്ട്. എന്നാലും അള്ളാഹ് എല്ലാത്തവരത്തേക്ക് പോയിട്ട് എൻ്റെ പരാതി പറയുന്ന പ്രശ്നമില്ല. അടുക്കളയിൽ ഉപ്പ് തീർന്നാലും ഞാൻ അതിൽ ഇടപെടിപ്പിക്കുക എൻ്റെ അള്ളാഹിനെ മാത്രം. ഭാര്യ, മുഹ്സിനായ ഭാര്യ, മുഅ്മിനായ ഭാര്യ, മുസ്ലിമായ ഭാര്യ, ആ ഉപ്പ് തീരുമ്പോൾ തന്നെ ഭർത്താവിനെ വിളിച്ചു വരും, പറയും ഉപ്പ് തീർന്നു കേട്ടോ, ഉച്ചക്ക് വരുമ്പോൾ ചോറിന് കറി ഉണ്ടെങ്കിൽ ഉപ്പ് വേണം കേട്ടോ എന്ന് പറയും. മുസ്ലിമായ ഭാര്യ. മുഅ്മിനായ ഭാര്യ അള്ളാഹുവിനോട് പറയും, അള്ളാഹ് ഉപ്പ് തീർന്നല്ലോ അള്ളാഹ്, ഞാൻ എൻ്റെ ഭർത്താവിനോടൊന്ന് വിളിച്ച് പറയട്ടെ. രണ്ടാമത് ഭർത്താവിനെ വിളിച്ച് പറയും. മുഹ്സിൻ, ആ പെണ്ണ് മുഹ്സിനാണ്. അള്ളാഹ് ഉപ്പ് തീർന്നു, എൻ്റെ ഭർത്താവിൻ്റെ മനസ്സിൽ ആ ഉപ്പിനെ പറ്റി ഒരു ബോധം ഉണ്ടാക്കി കൊടുക്കണേ. തീർന്നത് കാത്തിരിക്കും ഭർത്താവ് ഉപ്പ് കൊണ്ടുവരുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ. ഭർത്താവ് ഉപ്പ് കൊണ്ടുവന്നാൽ ആ പെണ്ണ് അള്ളാഹുവിനോട് അൽഹംദുലില്ലാ, ഭർത്താവിനോട് പോലും ആ കഥ പറയില്ല. ഞാൻ എൻ്റെ അള്ളാഹിനോട് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു, പക്ഷെ നിങ്ങൾ കൊണ്ടുവന്നപ്പോൾ സന്തോഷം ഒന്നും പറയില്ല. അൽഹംദുലില്ലാ, എൻ്റെ അള്ളാഹിനെ ഞാൻ ഇടപെടിപ്പിച്ചു, എൻ്റെ അള്ളാഹ് എനിക്ക് ഉപ്പ് എത്തിച്ചു തന്നു. എന്തൊരു രസാണ് ആ തൗഹീദ്. ആലോചിക്കുക. വഅ്ബുദ് റബ്ബക കഅന്നക തറാഹു ഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ നിന്റെ റബ്ബിനെ മാത്രം പരിഗണിക്കണം. എത്രത്തോളം? നിന്റെ മുമ്പിൽ അള്ളാഹു നിന്നെ കാണുന്നുണ്ട്, നീ അള്ളാഹിനെ കണ്ടിട്ടാണ് സംസാരിക്കുന്നത് എന്നതുപോലെ നീ അള്ളാഹിനെ അംഗീകരിക്കണം. നീ നിന്റെ അള്ളാഹിനെ കണ്ടതുപോലെ സംസാരിക്കണം. നിന്റെ അള്ളാഹിനോട് നീ അള്ളാഹിനെ കാണുന്നുണ്ട് എന്ന് തന്നെ നിനക്ക് തോന്നണം, ആ രീതിയിൽ സംസാരിക്കണം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അത്ര പെട്ടെന്ന് കഴിഞ്ഞോളന്നില്ല. ഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. ചുരുങ്ങിയ പക്ഷം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ മാത്രം യോഗ്യത എനിക്കില്ല, എന്നാൽ അടുത്ത യോഗ്യതയുണ്ട്. ഞാൻ എന്ത് ചെയ്താലും എൻ്റെ അള്ളാഹ് എന്നെ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. ആ രീതിയിൽ നീ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. എന്ത് രസാണ് തൗഹീദ്. ആ തൗഹീദ് ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രത്തെ ഉണ്ടാക്കിയത്. ആ ചരിത്രത്തിന്റെ തുടക്കം കുറിച്ചത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം മുതലാണ്. പറഞ്ഞില്ലേ, ഇന്നല്ലാഹ അസ്തഫാ ആദമ വ നൂഹൻ വ ആല ഇബ്രാഹിം വ ആല ഇംറാൻ അലൽ ആലമീൻ. ആഴ്ചകളോളമായി നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രത്തിന്റെ ഒന്നാം ഭാഗമായി അതിന്റെ പ്രൈമറി ക്ലാസ്, അതിന്റെ ഒന്നാം ക്ലാസ്, അതിന്റെ ആദ്യത്തെ ഭാഗം അത് ആദമി കാലഘട്ടമാണ്. ആദമി കാലഘട്ടം ശൈശവ കാലഘട്ടമാണ്. അതുകൊണ്ട് റസൂല് വേണ്ടി വന്നില്ല, റിസാലത്തില്ല, ദഅവത്തില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചർച്ചയിലില്ല. ആ ഒന്നാം ഘട്ടം പ്യൂർ റബ്ബുനല്ലാഹ് എന്നതിൽ മാത്രം പോയി. വനൂഹൻ, നൂഹി കാലഘട്ടമാണ് ചരിത്രത്തിന്റെ രണ്ടാം ഭാഗം. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വരവിന്റെ കാരണമായി വന്നത് 5 ജാറങ്ങളാണ്. ആ ജാറങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലാഹ് കൊടുത്ത ഷഹാദത്തിനെ ആ കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങൾ ബാത്തിലാക്കിയപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരാനായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു റസൂലാക്കി അയച്ചത്. ചരിത്രത്തിന്റെ രണ്ടാം ഭാഗം.
മൂന്നാം ഭാഗം ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടവും ആ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളെയും ദുൽഹജ്ജ് മാസവുമായിട്ട് അല്ലാഹു തആല ബന്ധിപ്പിച്ചു. കാലഘട്ടവുമായിട്ട് അഅമാലുകളെ ബന്ധിപ്പിക്കുന്നത് എനിക്കും നിങ്ങൾക്കും ചരിത്രത്തെ നിലനിർത്തിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടാണ്. ഹജ്ജ് നിലവിലുണ്ടാകുമ്പോൾ ഇബ്രാഹിം ഈ കാലഘട്ടം നാം പഠനവിധേയമാക്കും. വഇദ് ഖാല ഇബ്രാഹിമു ലി അബീഹി വഖൗമി, ഇബ്രാഹിം തന്റെ ബാപ്പാനോടും തന്റെ ഖൗമിനോടും പറഞ്ഞ സന്ദർഭം, ഇന്നി ബറാഉ മിമ്മാ തഅബുദൂൻ, നിങ്ങൾ ഈ വിളിച്ച് പ്രാർത്ഥിക്കുന്ന തമ്പൂരാക്കന്മാര്, തമ്പൂരാട്ടിമാര്, വലിയുകള്, ശൈഖുകള്, ജിന്നുകള്, ഞാൻ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ഇന്നി ബറാഉ മിമ്മാ തഅബുദൂൻ, നിങ്ങൾ ഈ വിളിക്കുന്നതിൽ നിന്ന് ഞാൻ ഒഴിവാണ്. ഇല്ലല്ലദീ ഫത്തറനി ഫഇന്നഹു സയഹ്ദീൻ, എന്റെ അല്ലാഹു ഒഴികെ മാത്രം, എന്റെ അല്ലാഹനെ മാത്രമേ ഞാൻ വിളിക്കൂ വാപ്പാ. നിങ്ങൾ അതെ, ചരിത്രത്തിൽ രണ്ട് മൂന്ന് ഘട്ടങ്ങളാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടം പുരോഹിതന്മാര് മാത്രം സമൂഹത്തെ നശിപ്പിച്ച കാലഘട്ടമാണ്. അന്ന് ഭരണാധികാരികളില്ല. നൂഹ് നബിന്റെ ചരിത്രത്തിൽ ഭരണാധികാരികളില്ല, പുരോഹിതന്മാര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് വഖാലൽ മലഉല്ലദീന കഫറൂ മിൻ ഖൗമി നൂഹ് എന്ന് പറഞ്ഞത്. സ്കരിക്കുന്നവര്, നോമ്പ് വെക്കുന്നവര്, സക്കാത്ത് കൊടുക്കുന്നവര്, ഹജ്ജ്, ദിക്ർ, തസ്ബീഹാത്തുകൾ ചെയ്യുന്നവര്, പള്ളി, ദർസ്, മദ്രസ എല്ലാം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അത് നേതൃത്വം വഹിക്കുന്ന മൗലാനമാരും ശൈഖുനമാരും തങ്ങന്മാരും ഉസ്താദുമാരും ഒക്കെയാ. അവരെ പറ്റിയാണ് മലഉ ഖൗമി നൂഹ് എന്ന് അല്ലാഹു തആല പറഞ്ഞത്. പക്ഷെ അവരെ പറ്റി പറഞ്ഞപ്പോൾ അല്ലാഹു തആല പറഞ്ഞു അല്ലദീന കഫറു, കാഫിരീങ്ങളായ മൗലാനമാര്. നൂഹ് നബി, ഞാൻ എപ്പോഴും പറയുന്ന വിഷയം അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും, ഞാൻ നിങ്ങളുടെ മനസ്സിൽ കയറണം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമ് കാഫിരീങ്ങളായ ഖൗമ് എന്ന് പറഞ്ഞ ആൾക്കാരെ ആരെ പറ്റിയാ? അന്ന് ഹിന്ദുക്കളുണ്ടോ, ക്രിസ്ത്യാനികളുണ്ടോ, ജൂതന്മാരുണ്ടോ, മജൂസികളുണ്ടോ, ഷിയാക്കളുണ്ടോ? ആ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഇന്ന് ലോകത്ത് നിലവിലുള്ള ഏതെങ്കിലും മതം തുടങ്ങിയോ? നൂഹ് നബിന്റെ കാലത്തിന് ശേഷമല്ലേ മതങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ മതമായ ദ്രാവിഡ മതം തുടങ്ങിയത്? ഇബ്രാഹിം നബിക്ക് ശേഷമല്ലേ രണ്ടാമത്തെ മതമായ ആര്യമതം തുടങ്ങിയത്? മൂസ നബിക്ക് ശേഷമല്ലേ മൂന്നാമത്തെ മതമായ ജൂതമതം തുടങ്ങിയത്? ഈസ നബിക്ക് ശേഷമല്ലേ നാലാമത്തെ മതമായ ക്രിസ്ത്യാനി മതം തുടങ്ങിയത്? മുഹമ്മദ് നബിക്ക് ശേഷമല്ലേ അഞ്ചാമത്തെ മതമായ ഷീഈ മതം തുടങ്ങിയത്? ഇതൊന്നും നൂഹ് നബിന്റെ കാലത്തില്ലല്ലോ. എങ്കിൽ പിന്നെ അല്ലദീന കഫറു എന്ന് അല്ലാഹു തആല പറഞ്ഞ കാഫിരീങ്ങൾ ആരാണ്? മുസ്ലിമീങ്ങളാണ്. പക്ഷെ അവർ കാഫിറായത് ജാറത്തിൽ പോകുന്നവരായതുകൊണ്ടാണ്. സൂറത്ത് നൂഹ് എടുത്ത് പഠിച്ചു നോക്കരുതോ? അതിന്റെ തഫ്സീർ എടുത്ത് പഠിച്ചു നോക്കരുതോ? ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅ വലാ യഊക വയഹൂസ വനസ്ര. അതിന്റെ തഫ്സീർ ഒന്ന് നോക്കിയാൽ മതിയല്ലോ, നൂഹ് നബിന്റെ കാലഘട്ടം മനസ്സിലാവില്ലേ? ഷഹാദത്തിന്റെ ശത്രുക്കളായ ഷീഈ പുരോഹിതന്മാർ അതിന് അർത്ഥം മാറ്റിവെച്ചു. അതൊക്കെ ഹിന്ദുക്കളോട് പറയേണ്ടതാണ്, ക്രിസ്ത്യാനികളോട് പറയേണ്ടത് അല്ല, മുസ്ലിമീങ്ങളോട് പറയേണ്ടത്. എന്തിന്? ലഅല്ലഹും യർജിഊൻ, അവർ മടങ്ങി വരാൻ അല്ലാഹു പറഞ്ഞതാണ്. എന്തിനാണ് അവരോട് പറയേണ്ടത്? മുസ്ലിങ്ങളോട്. അവർ ഷഹാദത്തിലായിരുന്നു, ഷഹാദത്ത് ഇപ്പോൾ ബാത്തിലായിരിക്കുകയാണ് ജാറങ്ങളെ കൊണ്ട്. ഇനി അവർ മടങ്ങി വരണം ഷഹാദത്തിലേക്ക്. അതിനു വേണ്ടിയിട്ടാണ് എന്നാണ് അല്ലാഹു തആല റസൂലുകളെ നിയോഗിച്ചതിനെ പറ്റി പറഞ്ഞത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഹജ്ജുമായിട്ട് ബന്ധിപ്പിച്ചില്ലേ അല്ലാഹു തആല? അത് കഴിഞ്ഞിട്ട് മൂസ കാലഘട്ടത്തെ അല്ലാഹു മുഹറം മാസവുമായി ബന്ധിപ്പിച്ചു. ആ മുഹറം തീരാൻ പോവുകയാണ്. ചരിത്രത്തെ വസ്തുതകളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ വർത്തമാന കാലത്തിന് പാഠമാകാനാണ് അല്ലാഹു തആല പറഞ്ഞത്. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വഅസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖസസിന്റെ തുടക്കത്തിൽ പറഞ്ഞു താസീം മീം വൽ കിതാബിൽ മുബീൻ നത്ലു അലൈക മിൻ നബഇ മൂസ നത്ലു അലൈക മിൻ നബഇ മൂസ ബിൽ ഹഖ് ലിഖൗമി യുമിനൂൻ. മുഅ്മിനീങ്ങൾക്ക് മൂസയുടെ കൃത്യമായ ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്നാണ് അല്ലാഹു തആല തുടങ്ങുന്നത്. ചരിത്രം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചരിത്രത്തിന്റെ ഭാഗമാകുകയാണ്. അതിന്റെ പരിസമാപ്തി മുഹറം 10 അല്ലാഹു ബന്ധിപ്പിച്ചു. എന്തിന്? തൗഹീദ് എന്താണെന്നും ഷഹാദത്ത് എന്താണെന്നും സമൂഹത്തിന് പഠിപ്പിക്കാൻ. ഷിയാക്കൾക്ക് എന്ത് മുഹറം? ഷിയാക്കൾക്ക് മുഹറം മാസവുമായിട്ട് എന്ത് ബന്ധം? ഷിയാക്കൾക്ക് മുഹറം 10 നോമ്പുമായിട്ട് എന്ത് ബന്ധം? അല്ലാഹു തആല മുവഹിദുകൾക്കാണ് മുഹറത്തെ പരിചയപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്.
ബഹുമാനപ്പെട്ട മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തൗഹീദിന് വേണ്ടി നൽകിയ ത്യാഗം, ആ ത്യാഗത്തിന്റെ പര്യവസാനം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെങ്കടലിന്റെ തീരത്ത് മൂന്നാമത്തെ ദർജയായ ഇഹ്സാൻ പൂർത്തിയാക്കിയതിന്റെ സ്മാരകമായിട്ടാണ് ഫറോവ സമൂഹത്തെ മുക്കിക്കൊന്നത് അല്ലാഹു തആല. എന്താ നമുക്ക് പറഞ്ഞു തരുന്നത്? അല്ലാഹു തആല സൂറത്ത് ഖസസിന്റെ തുടക്കം പറഞ്ഞത് മുഹമ്മദ് നബിയോടാ പറയുന്നത്. മൂസാന്റെ ചരിത്രം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം, ബിൽ ഹഖ്, അതിന്റെ സത്യസന്ധമായ ചരിത്രം ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. ലിഖൗമി യുമിനൂൻ, മുഅ്മിനീങ്ങൾക്കാണ് ഞാൻ വായിച്ചെടുക്കുന്നത്, മുഅ്മിനീങ്ങൾക്കുള്ളതാണത്. മുശ്രിക്കീങ്ങൾക്ക് എന്താ, ജാറത്തിന്റെ ആൾക്കാർക്ക് എന്ത് മുഹറം 10? മുഅ്മിനീങ്ങൾക്കും മുവഹ്ഹിദുകൾക്കും അവരുടെ തൗഹീദ് നിലനിർത്തിക്കൊണ്ടുപോകാൻ ആരെപ്പോലെ? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ. ആ ചരിത്രം അവിടെ അവസാനിപ്പിച്ച് അല്ലാഹു തആല പിന്നെ ആരംഭിക്കുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാരമ്പര്യത്തിൽ മുഹമ്മദി ശരീഅത്തോടുകൂടി റിസാലത്തോടുകൂടിയാണ് ആരംഭിക്കുന്നത്. ചരിത്രം ഇന്നേക്കെത്തുന്നത് ആ വഴിക്കാണ്. മനസ്സിലാക്കാനും അറിയാനും പഠിക്കാനും നമുക്കല്ല തന്ന ഈ സൗഭാഗ്യം, അല്ല മാത്രം എന്ന അംഗീകരിച്ചു കൊടുക്കാൻ, അള്ളാന്റെ റുബൂബിയത്തും ഉലൂഹിയത്തും അംഗീകരിച്ചു കൊടുക്കാൻ അള്ളാഹ് നമുക്ക് തന്ന ആ മാനസികാവസ്ഥ, അത് മരിക്കുന്നത് വരെ ലൈവായി നിൽക്കണം. ഒരു പോറലും ഏൽക്കാൻ പാടില്ല. ഏത് സമയത്തും സസ്പെൻഡ് ആവും, ഏത് സമയത്തും ഡിസ്മിസ് ആവും. ചുരുങ്ങിയ പക്ഷം ഡാമേജുകൾ വന്ന് ഉപയോഗശൂന്യമാവും. മരിക്കുന്നത് വരെ ലൈവായി നിൽക്കണം. അതിനാണ് ഞാൻ വളരെ കട്ടിയിൽ തന്നെ നിങ്ങളോട് കാര്യങ്ങൾ പറയുന്നത്. ഒളിപ്പിച്ചു വെക്കാതെ, അഡ്ജസ്റ്റ് ചെയ്യാതെ, ഭൂരിപക്ഷ ന്യൂനപക്ഷ വേർതിരിവില്ലാതെ കൂടുതൽ മനസ്സിലാക്കിക്കൊള്ളുക. തുടർന്ന് അങ്ങോട്ട് അതെ അഷ്റഫുൽ ഖൽഖിന്റെ ചരിത്രമാണ് ഇനി അങ്ങോട്ട്. ഒരു പ്രത്യേക കാലവുമായിട്ട് അല്ലാഹു തആല മുഹമ്മദ് ഈ കാലഘട്ടത്തെ ബന്ധിപ്പിച്ചില്ല. അതിനെ റബീഉൽ അവ്വലുമായി ബന്ധിപ്പിച്ചത് ശിയാക്കളും ജൂതന്മാരുമാണ്. അതിലൊതുക്കാൻ അല്ലാഹു തആല ഒതുക്കിയില്ല. ജീവിതത്തിൽ 24 മണിക്കൂറും 12 മാസവും 360 ദിവസവും മുഹമ്മദുർ റസൂലുള്ള ചർച്ചയിൽ ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ട് അല്ലാഹു തആല അതിനെ ഏത് പ്രത്യേക അമലുമായിട്ട് ബന്ധിപ്പിക്കാതിരുന്നത്? മുഹറം 10 മൂസ കാലഘട്ടത്തെ ബന്ധിപ്പിച്ചു. ദുൽഹജ്ജ് മാസവുമായിട്ട് ഇബ്രാഹിം ഈ കാലഘട്ടത്തെ ബന്ധിപ്പിച്ചു. മുഹമ്മദ് ഈ കാലഘട്ടത്തെ അങ്ങനെ ഒരു പ്രത്യേക സമയവുമായും കാലവുമായിട്ട് ബന്ധിപ്പിച്ചില്ല. കാരണം ലോകാവസാനം, അതെ, സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത് വരെ നിലനിൽക്കേണ്ടതാണ് മുഹമ്മദി റിസാലത്തും മുഹമ്മദി ശരീഅത്തും. കൂടുതൽ പഠിക്കുക, മനസ്സിലാക്കുക. അല്ലാഹു തആല അതിനായി വലിയ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ചിലർ ആശുപത്രികളിലുണ്ട്. പല കാരണങ്ങളാൽ ആക്സിഡന്റ് ബാധിച്ചവർ, രോഗം വന്നവർ, ഓപ്പറേഷനായി കഴിഞ്ഞുകൂടുന്നവർ. അല്ലാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ട് അസ്ബാബുകളെ പരിഗണിക്കാതെ അവർക്കൊക്കെ ശിഫാവും ആഫിയത്തും നസീബാക്കി കൊടുക്കട്ടെ. നമുക്കും അല്ലാഹു തആല ഒരു രോഗവും തരാതെ കാക്കുകയും വന്ന രോഗങ്ങൾ അസ്ബാബുകളെ പരിഗണിക്കാതെ അല്ലാഹു നേരിട്ട് ഇടപെട്ടതിനെ ശിഫയാക്കി ആഫിയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും മരിക്കുന്നത് വരെ ആഫിയത്ത് അല്ലാഹു പൂർണ്ണതയോടെ നിലനിർത്തി തരികയും ചെയ്യട്ടെ. അലാ വസല്ലു വസല്ലിമു അലൻ നബിയിൽ മുസ്തഫ വറസൂലിൽ മുർത്തദ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദ് കമാ സല്ലൈത വബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. اللهم ارض عن الخلفاء الراشدين المهديين ابي بكر وعمر وعثمان وعلي رضي الله عنهم وعن سائر الصحابه والقرابه كلهم اجمعين وارض عنا معهم برحمتك يا ارحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات. اللهم انك مجيب الدعوات وقاضي الحاجات. اللهم طيب ثرانا وثراهم واجعل الجنه مأوانا ومأواهم. اللهم اصلحنا واصلح ائمتنا وامتنا وولاتنا وولاة امورنا. اللهم اجعل امورنا بايدي خيارنا حتى يقودنا الى الخير من هو خير منا. اللهم انصر جيوش المسلمين وفك اسر المأسورين وقض الدين عن المدينين. اللهم اكتب الستر والسلامة علينا وعلى والدينا واولادنا وازواجنا وعلى جميع الحجاج والعمار والزوار والغزاة والمسافرين والمجاهدين في سبيلك صاددين والدين في برك وبحرك وجوك اجمعين يا رب العالمين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم لا تشق خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.
ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ